എടോ ഇതെന്തത് ഷോയാണ്. സാരി എന്തോ ലൂസായെന്നും പറഞ്ഞാൽ ശരിയാക്കാനായിട്ട് ഞങ്ങളെ പുറത്താക്കിയതാ. എന്നിട്ട് സെന്ററിലൊക്കെ ഇട്ടിരിക്കുന്നു. ഒന്ന് ഇടപെടാവോ? എന്താ നീ മാത്രം പോകാൻ പറ. നിക്ക് പെട്ടെന്ന് കയറ്. ലോക്ക് ചെയ്യും, വേഗം ലോക്ക് ചെയ്യും. എന്താ കാര്യം? 2 കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം ആദ്യം പറയാം. ഇവൻ മണ്ടനാ. വീട്ടുകാരറിയാണ്ട് നടത്തുന്ന കല്യാണമാണെന്ന് ഒരു ബോധവും ഇല്ല. ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുക. ഇനി ആദ്യത്തെ കാര്യം, ഇവൻ കഞ്ചാവ് വലിച്ചു. ആ കോരങ്ങൻ. കോവിലിലെ കെട്ട് കഴിഞ്ഞാൽ ഞാൻ ബാത്റൂമിൽ പോയ ഗ്യാപ്പിൽ അവന്റെ ഫ്രണ്ട്സ് വന്ന് വിളിച്ചപ്പോ പോയതാ. പിന്നെ വന്നപ്പോ മുതലേ ഭയങ്കര സ്ലോ. അവിടുത്തെ സ്റ്റേജ് ഇറങ്ങുമ്പോ പറയാ ഇത് തീരുന്നില്ലല്ലോ എന്ന്. ആകെ 3 പടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണം. ശരിയാക്കി തരാം. അമ്മേ തോന്നു. ഓക്കെ ആയോ? രഞ്ജൻ ഒന്ന് ഊതിയേ, ഒന്ന് ഊത്. ഓക്കെ അല്ലേ? എന്നാ കേറ് കേറ്. ஆனா போலாம் சீக்கிரம். ஹாப்பியானலோ லே வேணுச்சோ. ஏய் விட்னஸ் ஐடி நாங்க வேற அட்ரஸ் ப்ரூஃப் எதுவும் இருக்கா? கம்பெனி ஐடி இருக்கு, ஆனா அதுல அட்ரஸ் இல்ல. இந்த ஐடியில் ஃபாதர்ஸ் நேம் இல்லையே. மதர்ஸ் நேம் மீனான்னு போட்டிருக்கலாம். ஏன் அறிவில் அது லீகலி ஓகே தான். இது ஏன் அறிவில் ஆனால் ஓகே இல்லை. பாருங்க சார். நீங்களா மலையாளி அதே சார். சார் இது திருட்டு கல்யாணம் வேறு சார். அட்ரஸ் ப்ரூஃபில் ரெஸ்பான்சிபிளான ஒரு ஆள் கண்டிப்பாக வேணும் சார். அச்சனை ரெஸ்பான்சிபிலிட்டி കുറച്ച് കുറവായിരുന്നു சார். அம்மா சிங்கிள் மதர் மேடம். சார் வேணாம் சார். அதெல்லாம் அப்புறம் பார்த்துக்கலாம், முதல்ல கையெழுத்து போடுங்க. சரி, மேரேஜ் ஓவர். ഹലോ. അയ്യോ ചേട്ടൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ? നമ്മൾ മാട്രിമണി സൈറ്റിൽ കണ്ട പരിചയമുള്ളൂ, ഹൃദയബന്ധമൊന്നുമില്ലല്ലോ. അല്ല വെയിറ്റ്, ഞാൻ നിങ്ങളെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്നെ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടെന്നാ. ഇല്ലേ? അപ്പൊ ചേട്ടന് കോംപ്ലക്സ് വരില്ലേ? ആ അത്രേ ഉള്ളൂ. ഇനി വിളിക്കണ്ട കേട്ടോ. ഹലോ വിൻസി, ഞാനൊരു നമ്പർ അയച്ചിട്ടുണ്ടേ, അയാളൊന്ന് ഡീൽ ചെയ്തേക്ക്. ഓക്കെ ഓക്കെ. അതെ, ഒരു സെക്കൻഡ്. കളക്ടർ വേണോ? ഡിവോഴ്സ്ഡ് ആണ്, പക്ഷെ ക്രിസ്ത്യാനിയാണ്, പയ്യനാണ്. വേണ്ട, ഫ്രഷ് മതി. ഓക്കെ ശരി ശരി. ഓക്കെ ബൈ ബൈ ബൈ. Working really hard. See, December we've had a gradual race. If you see 7 and 9. Hey. Nikita, you're looking good. Thank you. I know. We'll just get on to the work, guys. யாராச்சும் ஒரு ஆள் போடுங்க. தேங்க்ஸ் பாஸ். என்ஜாய் பண்றாடே, நல்லா என்ஜாய் பண்றான். நெட்டிக்கு ஹெல்மெட். ഇതോ I'm really excited to watch that movie that's coming this week. ഇതിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. Amir Khan is in it. I mean, I want to watch it. Actually, I really want to watch it, but I've been in office every day till 10 this past week. And എത്തിയോ? ഇതേന്ന് കുറേ പണിയുണ്ടോ മോനെ? ഇതാ കുട്ടി കൊടുക്കും. ഓ കൊള്ളാലോ. ഇന്ന് കണ്ടതാവും അല്ലേ? വഫ, ദിസ് ഇസ് ഫോർ യു. actually, we should go. അല്ല, ചുള്ളൻ എന്ന ഫോർമൽസ് ഇട്ടില്ലേ? ക്ലയൻസിനെ റിസീവ് ചെയ്യാൻ പോണ്ടേ? മറന്നോ? தானியா, கிளையண்ட்டுக்கு பிரீமியம் கார் புக் பண்ணிட்டீங்களா? ஆமா. എടാ என்ன கார்? எந்த கார்? BMW 5 Series. BMW 5 Series. This one. Is that all right? Come please. Yeah. Okay. That's it. That's our car. Anna, music.
This is for you. Okay. No, that's okay. I think it's on. Hey, കൊള്ളാലോ. ക്ലയൻസ് ഒക്കെ നല്ല ഇംപ്രസ്ഡ് ആണല്ലോ. അത് ഓൾട്ടർ ചെയ്ത വണ്ടിയായിരുന്നോ? കുറച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. ഫ്രോഡ് അല്ലേ? പക്ഷെ ഷെയ്ഡ് നന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ ഇതിൽ നല്ല ആർട്ടിസ്റ്റുകളായിരിക്കും. ഞാൻ വരയ്ക്കും, താൻ കളർ ചെയ്യും. നിന്നെ പോലെ കളർ ബ്ലൈൻഡ് ആവാതായിരുന്നാ മതിയായിരുന്നു. അതിന് നീലിടാം. ഓക്കെ ലിസൺ, എന്റെ റൂംമേറ്റ് ഇന്ന് ഡേറ്റിന് പോവാണ് ആൻഡ് എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ഡൺ. നാളെ പോയാൽ മതിയോ? Why? What happened? இதானா ஃபிளாட் வழி ஒன்றும் ஒரு வൃത്തി. எல்லாருக்கும் உங்களோட போட்டோ எடுத்துக்கணும்னு ஆசை. இனிமே நான் இங்க தான் இருக்க போறேன். ஓ நீங்களும் எங்க ஃபேனா? பெரிய ஃபேன். ആകാശവാണി ഇതൊക്കെ സെറ്റ് ചെയ്യണ്ടേ? எங்க கொஞ்சம் வேலை இருக்கு, நமக்கு அப்புறம் மீட் பண்ணலாமா? கண்டிப்பா. அப்புறம் சாப்பிடலாங்க. சரி. ഇത് ഒഴിവാക്കിയതാണല്ലോ. சரி சரி சரி. ഇത് ഇങ്ങോട്ട് എടുത്തോ. என்ன போட்டோவா? வா கிட்ட வாங்க. കളയാം. இது ரொம்ப சூப்பரா இருக்கு. தங்க மாதிரி தகதகன் மின்றது. எங்க கல்ச்சர் படி புதுசார் வீட்டுக்கு வரும்போது பெரியவங்களுக்கு ஏதாவது கிஃப்ட் கொடுக்கணும்னு சொல்லுவாங்க. அதான் எடுத்துட்டு வந்தேன். தேங்க் யூ so much. தேங்க்ஸ் சாருக்கு தான் சொல்லணும். ஏன் ஃபர்ஸ்ட் ஃப்ளோர்ல வீடு கிடைச்ச ரொம்ப வசதியா போச்சு. ஐயோ உங்களுக்கு தான் கஷ்டம். நீங்க நான்வெஜ்ஜே சமைக்க முடியாது. சமைச்சேன்னு வச்சுக்கோ ஃபிளாட்டை சுத்தி சுத்தி ஒரே ஸ்மெல்லா வரும். கரெக்ட்னா. பாட்டிக்கு நான்வெஜ் தான் ரொம்ப பிடிக்கும். ஐயோ பாட்டிக்கு ரொம்ப பிடிக்குமா? அப்போ ஒன்று பண்ணுங்க, இந்த ஃபிஷ் சிக்கனை மட்டும் சமைங்கோ. சமைக்கும் போது கிச்சன் விண்டோவை டைட்டா மூடின்னு விடுங்க. ஓகே ஓகே. ஆனா அந்த கருவாடை மட்டும் வேண்டாம், நாத்தம் குடலை குழப்பம். கருவாடுனா செம்மீன் பாலே அதெல்லாம் பண்ணிக்குவோம். மாடியாத்துல ஒருத்தி இருக்கா கருவாட்டு கல்யாணி. நீங்க கிறிஸ்டியனோ? இல்ல சார் ஹிந்து. ஐயோ அப்ப பீஃப் சமைக்காதீங்க, பகவான் கோச்சுப்பார். ஆமா ஆமாண்ணா. சரி ஆண்டி நான் கிளம்புறேன். ஒரு நிமிஷம், நீங்க வந்து பீஃபை தேங்காய் போட்டு தானே பண்ணுவேன். ஒரு சின்ன பிளேட்ல எனக்கு மட்டும் கொஞ்சோண்டு போட்டு கொடுத்து அனுப்புங்க. ஒய்ஃப் கேட்டான்னா சிக்கன் சொல்லி சமாளிச்சுக்கிறேன். அவளுக்கு வித்தியாசம் ஒன்றும் தெரியாது. சூப்பர் சார். என்ன சூப்பர்? இந்த வீடே சூப்பர்னு சொன்னேன். அதான். അത് നടക്കോ? എനിക്ക് വിശക്കുണ്ട്. ഈ പാലിന് തിളച്ച് വേണമെന്ന് നിർബന്ധമാണോ? ചൂടായ പോരെ? ശരിയെന്നേ. മോരല്ല, പാല് തന്നെയാ. ചിലപ്പോ പാല് നന്നാവില്ല, ഗ്യാസിൽ തിളപ്പിച്ചാലോ? ആ നേരാ. കുറ്റിയില്ല, പുതിയ ഗ്യാസ് കണക്ഷൻ എടുക്കണം. അയ്യോ അത് വലിയ പണിയാ, ഞങ്ങളെ കുറെ നടത്തിച്ചു. അത്ര വലിയ പണിയായിരിക്കില്ല. അവിടെയും കാണുമല്ലോ സീരിയൽ കാണുന്ന ഒരുപാട് സ്ത്രീകൾ അല്ലേ ആകാശവാണി? മനസ്സിലായി. അതെന്താ ആകാശവാണി എന്ന് വിളിക്കുന്നത്? ഞാനിവിടെ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നല്ലോ, തമിഴ് നല്ലോണം പറയുമായിരുന്നു. ഇവിടെ വന്നപ്പോ ഒരു സീരിയലിന് ഡബ് ചെയ്യാൻ വിളിച്ചു. അതിൽ അമ്മായിയമ്മയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീയും ഡയറക്ടറും തമ്മിൽ ഭയങ്കര കശപിശ. അപ്പോഴായി എന്നെ കണ്ടത്. പിന്നെ കഥ അങ്ങോട്ട് മാറ്റി. തിളച്ച വെള്ളം മുഖത്ത് വീണ് പ്ലാസ്റ്റിക് സർജറി ചെയ്ത പുതിയ അമ്മായിയമ്മ. അത് ഞാൻ. പിന്നെ ഞാൻ ഫേമസ് ആയി. ഓക്കെ, ഇതങ്ങ് തിളച്ച് വീണു നമ്മളങ്ങ് സങ്കല്പിക്കുന്നു. ആ അത് കൊള്ളാം. പാല് വെച്ചിട്ടാണ് കഴിക്കണം. என்ன அது நடுப்புற பூ ஒன்று வைக்கணும். அங்க வச்சு மாமி சூப்பர். தேங்க் யூ. மாமி சூப்பர் தானே. தீபா எப்படி இருக்க? நல்லா இருக்கேன். சரி சரி. இத பாருங்க, குக்கர் திருப்பி லீக் ஆகுது. என்ன ரிப்பேர் பண்ணி கொடுக்குறீங்க? இன்னைக்கு மத்தியானம் கொண்டு வாங்க, கண்டிப்பா ரிப்பேர் பண்ணி கொடுத்துறேன். இந்த வாட்டி சரியாயிடும். இந்த வாட்டி சரியாயிடும். கொஞ்சம் பார்த்து நான் வந்துடுறேன் மத்தியானம். അയ്യോ സാറിങ്ങ ഉള്ള പോങ്ക. നിക്കി, ആരോ വന്നിട്ടുണ്ട്. എണീക്ക്, പെണ്ണ് കാണാൻ വന്ന പോലെ വന്നിട്ടുണ്ട്. എണീക്ക്. ഇതിപ്പോ വിടാവുന്നതേ ഉള്ളൂ. പല്ല വെക്കല്ലേ? പിന്നെ അല്ലാതെ. എണീക്ക്, വേഗം എണീക്ക്. ഈ പയ്യൻ തന്റെ ടൈപ്പ് അല്ലല്ലോ, പിന്നെ ഇങ്ങനെ ഈ സ്റ്റേജ് വരെ എത്തി? അയാൾ അടുത്തുള്ളതാ. എന്നെ കണ്ട അപ്പ അയാൾ ഗേറ്റ് ചാടി പ്രപ്പോസ് ചെയ്യും. ഒഴിവാക്കാത്ത ബെസ്റ്റ്. എന്ത് പെണ്ണ് കാണലോ? പിന്നെ ഇഷ്ടമല്ലെന്ന് പറയൂ? ഏയ് എനിക്കിഷ്ടായി, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമായില്ലെന്ന് പറയും. ഫ്രഞ്ച് തെറി പറയണോ? തെറിയല്ല, കഷ്ടം എന്ന് പറഞ്ഞതാ.
കൊള്ളാലോ, കേട്ട ഒരു സ്നേഹമൊക്കെ തോന്നും. சொல்லுங்க ஃப்ரீயா சொல்லுங்க நான் ஒப்பந்த நீங்க அழகா இருக்கீங்க, அது கியூட்டா இருக்கீங்க. ஓஹோ, எனக்கு உங்களை மாதிரி ஸ்மார்ட்டான பசங்களை பிடிக்கும். ஐயா தேங்க்ஸ். ஆனா உங்ககிட்ட எப்படி ஒரு விஷயம் இருக்கு. சொல்லுங்க. அல்ல சேட்டா, எனக்கு உங்களை ரொம்ப பிடிச்சிருக்கு, ஆனா அம்மைக்கு பிடிக்கல. ഇത് സേവ് ചെയ്തോ? ആ, ഇത് നമ്മുടെ ടേസ്റ്റാ. അമ്മ ഇതുവരെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല. ആ, അല്ലെങ്കിലും മോളുടെ കല്യാണത്തിന് അമ്മയ്ക്ക് എന്താ കാര്യം? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മിസ് ചെയ്യൂ കേട്ടോ. നിക്കിത് ഒരു സിംഗിൾ പീസാ. ஹாய். ഹലോ. என்ன பண்ணிட்டு இருக்கீங்க? ഞങ്ങൾ ഒരു ഡെഡ് ലൈൻ വെച്ച് പിടിക്കാൻ പോവാ. പയ്യന്മാരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ടോപ്പർ അങ്ങ് കിട്ടും. சூப்பர். அப்போ உடனே ஒரு தீர்மானம் கிட்டல. പിന്നെ ജാഫറിന്റെ കല്യാണം കഴിഞ്ഞോ? ஓ, நான் ஓடி போயில கல்யாணம் பண்ணேன். ഹായ്, നൈസ്. വിൻസിയുടെ ലവ് മാരേജ് അല്ലേ? ബെസ്റ്റ് ടീമുകൾ അറേഞ്ച് മാരേജ് നടത്തിക്കൊണ്ടിരിക്കണേ. ഇതെടുത്തോ. ഓ, കൊള്ളാലോ. നിനക്ക് ഇതുവരെ ഒരാളെ കിട്ടിയില്ലേ? അത് കുഴപ്പമില്ലാന്നേ, നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. ഞാനേ പണ്ട് പെട്ടെന്നൊരു ദിവസം ചോക്ലേറ്റ് കഴിക്കാതിരുന്നത് ഓർമ്മയുണ്ടോ? ആ, തടി കുറയ്ക്കാൻ. തടി കുറയ്ക്കാനായിരുന്നില്ല, വേറെ സ്റ്റോറി ഉണ്ട്. ആഹാ, പോരട്ടെ പോരട്ടെ, ഫ്ലാഷ് ബാക്ക് പോരട്ടെ. ഒരു പ്രാവശ്യം ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് മനുഷ്യൻ വന്നു. എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം ഇയാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റിലാണ്. ചോക്ലേറ്റ് ഇൻട്രസ്റ്റിംഗ്. ചോക്ലേറ്റിന് എന്റെ വീക്ക്നെസ് ആണല്ലോ. ഞങ്ങൾ അത്യാവശ്യം ഫോണിൽ കൂടെ കമ്പനിയായി. മൂപ്പറുടെ മെസ്സേജ് വരുമ്പോ എനിക്ക് ലേശം സന്തോഷമൊക്കെ വരും. ഇത് ദുഷ്ടേ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ കോന്തന്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളല്ലോ. അത് പക്ഷെ 2 വീക്കേ പോയുള്ളൂ, പിന്നെ പൊട്ടി. എങ്ങനെ പൊട്ടി? അത് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. എന്റെ കാര്യം വീട്ടിലൊക്കെ പറഞ്ഞു, അമ്മേനെ പറ്റിയും പറഞ്ഞു. മൂപ്പറുടെ അമ്മേനെ കാണിക്കാൻ എൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണെടുത്ത് കൊടുത്തു. അവൻ്റെ അമ്മ പറയാ എന്നെ കാണാൻ ഒരു കളലക്ഷണം ഉണ്ടെന്ന്. എനിക്ക് ഈ ഓടിച്ചു, ഞാൻ ബ്ലോക്ക് ചെയ്തു. തമാശ പറഞ്ഞല്ലോ. ആ, ഞാനപ്പം തന്നെ വിട്ടു. പിന്നെ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നില്ല. ഒരാഴ്ച എടുത്ത് നോർമൽ അവൻ. ഇവിടെ ചോക്ലേറ്റ് ഉണ്ടോ? അയ്യേ, ചോക്ലേറ്റ് അവിടെ നിൽക്കട്ടെ. കേട്ടിട്ട് ഇയാൾ ഓക്കെ ആണെന്നാ തോന്നുന്നത്. നമ്പർ ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു ഹായ് അടിക്ക്. മേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്പറൊക്കെ ഉണ്ട്, ബട്ട് വേണ്ട. അഭിമാനം സമ്മതിക്കുന്നില്ല. പിന്നെന്തൊക്കെയുണ്ട്? സുഖം. എന്റെ ഫോൺ അവിടെ. അയ്യോ, ചോക്ലേറ്റിന് മെസ്സേജ് അയച്ചെന്ന് മാത്രം പറയരുത്. എന്താ അയച്ചേ? പെട്ടെന്ന് ടോപ്പിക് ഒന്നും കിട്ടാത്ത കാരണം ഞാൻ ഹാപ്പി ശ്രീകൃഷ്ണജയന്തി നിങ്ങൾ തട്ടി വിട്ടിട്ടുണ്ട്. വലിച്ചിട്ടുണ്ടോ? ആ, മെസ്സേജ് വന്നു, മെസ്സേജ് വന്നു. എന്ത് റിപ്ലൈ വന്നേ? താങ്ക് യു ആൻഡ് സെയിം ടു യു. സേഫാ. ആ ജോസ് എന്റെ പരാതി പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, താൻ എന്റെ പല്ല് മാറ്റി പറിച്ചെന്നോ? ഏയ്, മാറ്റി പറിച്ചൊന്നുമല്ല, കൃത്യമായിട്ട് പറിച്ചതാ. കുറെ കാലമായിട്ട് പല്ല് ഞാൻ നോട്ടോട്ട് വെച്ചിരിക്കുന്നു. വീടിന്റെ പെയിന്റ് പണിയൊക്കെ എന്തായി? ഓ, ഒന്നും പറയണ്ട, പള്ളി പെരുന്നാൾ നടത്തിയ പോലെ ആയിപ്പോയി. 37 ദിവസം അവര് സ്വന്തം വീട് പോലെ അവിടെ താമസിച്ചങ്ങ് പണിഞ്ഞു. എല്ലാരും പോയി കഴിഞ്ഞപ്പോ ചേട്ടൻ പറയുകയാണേ, അവരെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു. ഇനി ഇത് മുതലാക്കണമെങ്കിൽ എബിയുടെ കല്യാണം നടത്തണം. അത് നോക്കി തുടങ്ങിയിരുന്നല്ലേ? നോക്കി മാട്രിമോണിയിൽ നോക്കി 2 തവണ ശരിയായി. അപ്പോഴേക്കും അവൻ യൂറോപ്പിൽ പോയി. ഇനി പോകുന്നതിന് മുമ്പ് ഒരു കുരുക്കിടണം. ഞങ്ങളുടെ ക്ലിനിക്കിലെ പുതിയ കുട്ടി നോക്കണോ? MBS കാരിയാ, വെരി പ്രിറ്റി. ആണോ? ക്രിസ്ത്യാനിയാ, പേര് അമൃത കുര്യൻ. ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ, ചിലപ്പോ പറഞ്ഞു പോരും. നോക്ക്. മേഡം, ആഹാ, ഇവന്റെ തല ജനിച്ചപ്പോഴേ ഇങ്ങനെ ആയിരുന്നു. അല്ല മേഡം, പൈസ കൊടുത്തിട്ട് ചെയ്യിച്ചാണ്. ശരി, നിനക്കെന്താ വേണം? ലൈറ്റ് ആയിട്ട് കഴിക്കാൻ എന്തെങ്കിലും? എനിക്ക് ചായ മാത്രം മതി. ഓക്കെ, ഒരു ചായ, ഒരു ഹോർലിക്സ്, ഒരു പത്ത് ദോശ. നിനക്ക് അമ്മയെ പോലെ സുന്ദരിയായിട്ട് ഒരു MDS കാരി കെട്ടിച്ചേരട്ടെ. നടന്ന് ക്ഷീണിച്ചതല്ലേ, കുറച്ച് വെള്ളം കുടിച്ചേ. വൻ സുന്ദരിയാ. ഞാൻ അമ്മയ്ക്കൊരു മീഡിയം സുന്ദരനെ കാണിച്ച ഓർമ്മയുണ്ടോ? ചെന്നൈയിലല്ലോ.
അമ്മ മാത്രമുള്ള കുട്ടി യെസ്. നല്ല വെച്ചായിരുന്നു, പക്ഷെ നിന്നെ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ അവള്? എന്നാ കഴിഞ്ഞ ആഴ്ച വീണ്ടും പേസ്റ്റ് ചെയ്തു. ഇപ്പൊ അവൈലബിളാ. കലക്കി. എനിക്കിഷ്ടാ. എനിക്ക് ഭയങ്കര ക്യൂട്ടാ. എന്റെ വീട് പെയിന്റ് അടിച്ച് എന്റെ കാശ് മുതലായി. நானும் கேட்டேன். பார்சல் பண்ணுங்க. பார்சல் வந்து இவன் கட்டல சார். சார் அவர் பிஸியா இருக்காரு சார். போன்ல பேசிட்டு இருக்காரு. நீங்க பார்சல் கொடுங்க, நானே பண்ணிக்கிறேன். பார்சல் பாரு. சரி சரி. போன தூர போடு. அந்த சட்னி பார்சல் கொடுங்க. சட்னி பார்சல் கொடுங்க. சார். டேய் ரூசார நீயே. മലയാളം இந்த மாதிரி பண்ணிட்டு இருக்க? ചീപ്പാന്ന് വിചാരിക്കരുത്. ഇത്തിരി തിരക്കുണ്ട് അതുകൊണ്ട്. ഇത്തിരി മൂടിയില്ല. ഇല്ലടാ നീയെ. ഹലോ, എന്താ ഇവിടെ? ദോശ കഴിക്കാൻ വന്നാ? അല്ല, ഒരു കല്യാണം കഴിക്കാൻ വന്നാ. കോമഡി കാണാം. ഷുഗർ ഉണ്ടോ? ഷുഗറേ എബിക്കോ ഫാമിലിയിലോ? ഷുഗർ വന്നാൽ ഈ പണി നിർത്തേണ്ടി വരും. ഇനിയിപ്പോ ഷുഗർ വന്നാലും സാരില്ലേ. ഞാൻ അമ്മേനൊന്ന് വിളിക്കാം. അമ്മയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒരു മിനിറ്റ്. അണ്ണാ 2 minutes எடுத்துக்கிறேன். சாப்பிடாதீங்க. സോറി. ரெடி. ഹായ്. അമ്മ എന്തായി കാര്യങ്ങളൊക്കെ? ഹായ് ആന്റി. ഹായ് മോളെ, സുഖാണോ? സുഖാണ് ആന്റി. ആന്റിക്കോ? ഓ ഗംഭീരം. എന്നെ പറ്റി ഒന്നെല്ലാം പറഞ്ഞോ? കുറച്ചൊക്കെ. നല്ല ചിരിയാ മോളുടെ. എനിക്ക് ഈ പല്ല് പറിക്കണ പണിയായോണ്ടേ നല്ല ചിരിയുള്ള ആൾക്കാർ വലിയ ഇഷ്ടാ. താങ്ക്സ്. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. അവന് കോമൺ സെൻസ് കുറച്ച് കുറവാ. ഇല്ലെങ്കിൽ മറ്റേ കാര്യം പറയോ, കള്ളലക്ഷണത്തിന്റെ കാര്യം. അത് സാരില്ല ആന്റി, ചെറുപ്പല്ലേ. എനിക്കെന്തായാലും ഓക്കെയാണ്. ബാക്കിയുള്ള കാര്യം നിങ്ങൾ സംസാരിക്കേ. ബൈ ബൈ ആന്റി. അമ്മ ഓവറാക്കുന്ന അറിയായിരുന്നു. ശരി വെക്കാം. അവക്ക് ശരിക്കും ഒരു കള്ളലക്ഷണമുണ്ട്. പിടിച്ചു നിന്നോണം. അമ്മ പറഞ്ഞത് ശരിയാട്ടോ. എന്ത് കള്ളലക്ഷണം? അല്ല, നല്ല ശരിയാ.